അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നിൽക്കുന്നത്. ഒന്ന് എയർക്രാഫ്റ്റ് ഇഷ്യൂ ഉണ്ടോ എന്ന് പരിശോധിക്കണം. പിന്നെ മറ്റൊന്ന് എന്തുകൊണ്ട് ലാൻഡിംഗ് ഗിയർ എന്തുകൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്തില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് എന്താണേലും വീഡിയോയിലിട്ട് പോകാം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ പാർവതി. ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ലാൻഡിംഗ് ഗിയർ എന്തുകൊണ്ട് ഉയർത്തിയില്ല. നമ്മൾ ആ വീഡിയോ കാണുന്നുണ്ട്. ലാൻഡിംഗ് ഗിയർ അകത്തോട്ട് പോയിട്ടില്ല. സാധാരണ ഒരു 150 ഫീറ്റ് ഒക്കെ കഴിയുമ്പോൾ ലാൻഡിംഗ് ഗിയർ എടുക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് ലാൻഡിംഗ് ഗിയർ ഡിസ്ട്രക്ട് ചെയ്തിട്ടില്ല. പിന്നെയുള്ളത് എയർക്രാഫ്റ്റ് ഇഷ്യൂ ആണ്. അപ്പൊ അതിലോട്ട് ഒരു പാസഞ്ചർ അതിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ഇതിന്റെ AC വർക്കല്ല, ലൈറ്റ് വർക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അതായത് ഡൽഹി അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഇതിന്റെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. പിന്നീടാണ് അഹമ്മദാബാദിൽ നിന്നാണ് ലണ്ടനിലോട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡ്യൂറേഷൻ കുറവായതുകൊണ്ട് തന്നെ ഫെസിലിറ്റീസിന് വ്യത്യാസം കാണും. അപ്പം പിന്നെ ഇതിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റിയാണ്. ഈ പാസഞ്ചർ കമ്മ്യൂണിറ്റി പെടുന്ന ഈ ലൈറ്റ് വർക്കല്ല, AC വർക്കല്ല, ഈ പാസഞ്ചർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മളെ ഫ്ലൈറ്റിന്റെ സേഫ്റ്റിയെ ബാധിക്കുന്നതല്ല. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ചില സമയങ്ങളിൽ ഈ അസെൻഷ്യൽ ആയിട്ടുള്ള സർവീസുകൾ ഡിസ്കണക്ട് ചെയ്യും. എന്തെന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാനും കൺസപ്ഷൻ കുറയാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരു ഡൽഹി ടു അഹമ്മദാബാദ് വലിയ ട്രിപ്പല്ല, ഡ്യൂറേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്റർനാഷണൽ ട്രിപ്പ് അല്ല. ഇന്റർനാഷണൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലോട്ടാണ്. അപ്പൊ അതിന്റെ ഫെസിലിറ്റീസിനും വളരെ കുറവുണ്ടായിരുന്നു. ഇഷ്യൂ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരു ഫ്ലൈറ്റ് പറക്കണമെങ്കിൽ അതിന്റെ കംഫോർട്ടബിൾ സിറ്റുവേഷനിൽ മാത്രമേ ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പൈലറ്റ് എയർക്രാഫ്റ്റ് പ്രിപ്പയർ ആകണം. ഫസ്റ്റ് പൈലറ്റ് എയർക്രാഫ്റ്റ് പ്രിപ്പയർ ആക്കണം. പിന്നെ പൈലറ്റ് എയർക്രാഫ്റ്റ് പ്രിപ്പയർ ആക്കിയതിന് ശേഷം ഡേറ്റ മറ്റൊരാൾ വന്ന് അത് കൺഫേം ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു കടമ്പ കടന്നാൽ മാത്രമേ ഡിസ്പാച്ചർ തുടങ്ങുകയുള്ളൂ. പിന്നെ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ വിസിറ്റ് ചെയ്യും. പിന്നീട് അത് സർട്ടിഫൈ ചെയ്യണം. പിന്നീട് ലാൻഡ് ഡ്രിം എടുക്കും. അതായത് ഡ്രിം അതിന്റെ വെയിറ്റ്, നമ്മുടെ ഫ്യൂവൽ എത്രയുണ്ട്, പാസഞ്ചേഴ്സിന്റെ വെയിറ്റ്, പിന്നെ ലഗേജ് വെയിറ്റ്, അങ്ങനെ ഉള്ള ഓൾ വെയിറ്റ്. പിന്നെ ഇതൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫ്യൂവൽ ഹൈ ആയിരിക്കും, ഹൈ വെയിറ്റിലായിരിക്കും എൻ്റെ ഫ്യൂവൽ. നമ്മൾ കരുതാനേക്കാളും കുറച്ചും കൂടെ, സാധാരണ അസ്യൂം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഫ്യൂവല് അതിനകത്ത് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ഈ ഡേറ്റാസ് ഒക്കെ എല്ലാം ആ പൈലറ്റ് സൈൻ ചെയ്യണം. പിന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കോൺഫിഗറേഷൻ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് കോക്പിറ്റിൽ നിന്നും അലർട്ട് വരും, വാർണിംഗ് വരും. അതായത് സൗണ്ടിലായിരിക്കാം, ചിലപ്പം മാസ്റ്റർ അലർട്ട് ആയിരിക്കും, ലൈറ്റ് ആയിരിക്കാം. അങ്ങനെ കോക്പിറ്റിൽ നിന്ന് നമുക്ക് പൈലറ്റ്സിന് അലർട്ട് കിട്ടും. പിന്നീട് എന്തെങ്കിലും അലർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ഡിഫക്റ്റ് റീസെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീടാണ് ഇതൊരു റൊട്ടേഷണൽ സ്പീഡിൽ വരുന്നത്. റൊട്ടേഷണൽ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ടേക്ക് ഓഫ് ചെയ്യണം. ഇത് റൊട്ടേഷണൽ സ്പീഡിൽ വന്ന് ടേക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ റൺവേ ഓവർ റൺവേ, അപ്പൊ അതൊരു വലിയൊരു ദുരന്തത്തിന് കാരണമാവും. പിന്നീട് ഇവർ ടേക്ക് ഓഫ് എന്തായാലും ചെയ്യും. ടേക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ പിന്നീട് അവര് ടേൺ ബാക്ക് വന്ന് ആ ഇഷ്യൂ എന്താണോ അത് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു 150 ഫീറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ലാൻഡിംഗ് ഗിയർ എടുക്കേണ്ടതാണ്, ഡിസ്ട്രാക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ അത് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് പൈലറ്റിന് മനസ്സിലായിട്ടുണ്ടാവണം എന്തോ ഒരു അപകടം വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇത് ടേൺ ബാക്ക് വരണം എന്ന്. പിന്നെ
നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയൊരു ശബ്ദം ഈ വിമാനത്തിൽ നിന്ന് കേട്ടിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ആ ശബ്ദത്തോടു കൂടി തന്നെ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ശബ്ദം ഉണ്ടാകണമെങ്കിൽ ശരിക്കും അതിൻ്റെ എൻജിൻ അതിൻ്റെ ഒരു എൻജിൻ ലോഡ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ ലോഡിംഗ് ഗിയർ എന്ന് പറയുന്ന ഒരു സംഭവം, ലോഡിംഗ് ഗിയർ ഇവിടെ ഡിസ്ട്രക്ട് ചെയ്തിട്ടില്ല. ലോഡിംഗ് ഗിയർ എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതായത് അതൊരു സ്റ്റീൽ മെറ്റീരിയലാണ്. അപ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ നല്ല നല്ല വെയിറ്റ്, ഇതിൻ്റെ എല്ലാം കൂടി വെയിറ്റ് താങ്ങുന്നത് ഒരു ഈ ലോഡിംഗ് ഗിയർ ആണ്. നല്ല ഹെവിയാണ്, സ്റ്റീൽ മെറ്റീരിയലാണ്, നല്ല ഹെവി ആയിട്ടുണ്ട്. പിന്നെ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമയത്ത് ഫ്ലൈറ്റിനെ സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാപ്പ് ആൻഡ് സ്ലാൻഡ്സ്. പിന്നെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ലാൻഡിങ് സമയത്ത് ഈ ഫ്ലൈറ്റിനെ എയറിൽ നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാപ്പ് ആൻഡ് സ്ലാൻഡ്സ്. ഈ സ്ലാൻഡ്സ് നമുക്ക് കാണുന്ന ഫ്ലൈറ്റിന്റെ ഫ്രണ്ട് പോർഷനിലാണ്. ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ കം ബർത്ത് ആണ്. പിന്നെ ഫ്ലാപ്പിന് ഡിസ്റ്റാർട്ടർ ലിഫ്റ്റ് എൻജിൻ ട്രസ്റ്റ് ആണ്. ഈ ലിഫ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പം നമുക്ക് ഫ്ലൈറ്റ് പൊങ്ങും. അതായത് ഈ നമ്മൾ ലിഫ്റ്റ് ഡിക്രീസ് ചെയ്താൽ, അതായത് കുറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് താഴും. അതായത് നമുക്ക് ഗ്രാവിറ്റി കൂടുമ്പോഴാണ് ഫ്ലൈറ്റ് താഴുന്നത്. നമുക്കറിയാമല്ലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പം സ്വാഭാവികമായിട്ട് ഫ്ലൈറ്റ് താപ്പോട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗ്രാവിറ്റി കൂടി ഫ്ലൈറ്റ് താഴ്ന്നത്. കൂടുതൽ വരുമ്പോൾ എയർക്രാഫ്റ്റ് വിങ് ബെൻഡ് ചെയ്ത് വരും. വിങ് നന്നായിട്ട് ബെൻഡ് ചെയ്ത് വരും, നല്ല വിശാലമായിട്ട് ഇങ്ങനെ വിരിച്ചു വരും. ഇവിടെ അപകടം നടക്കുമ്പോൾ നമുക്ക് വീഡിയോ കാണാം, അതിന്റെ വിങ് അങ്ങനെ അത്ര നന്നായിട്ട് ബെൻഡായിട്ടില്ല എന്നൊരു അഭിപ്രായം കൂടി ഇവിടെ വരുന്നുണ്ട്. വികാസമില്ലെന്ന് പറയുന്നു വിൻഡിന്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് വിങ് ഫ്ലെക്സിങ് കുറവാണെന്നും പിന്നെ ലാൻഡിങ് ഗിയർ ഡിസ്റ്റാർട്ട് ചെയ്യാൻ പൈലറ്റിന് പറ്റിയിട്ടില്ല. നമ്മൾക്ക് വീഡിയോ കാണുന്നത് പോലെ തന്നെ പറ്റിയിട്ടില്ല. ഇവിടെ വികാസ് കുമാർ പറയുന്നത് പോലെ ഇവിടെ അപകടം നടക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഒരു പക്ഷേ എൻജിൻ സ്റ്റാൾ ചെയ്തതായിരിക്കാം. എൻജിൻ സ്റ്റാൾ ചെയ്യുക എന്ന് പറയുമ്പോൾ 2 എൻജിനുണ്ട്. അപ്പം ഒരു എൻജിൻ ചിലപ്പം പ്രവർത്തനരഹിതമായേക്കാം. അപ്പം ആയിരിക്കും എൻജിൻ സ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഒരു ഒരുപാട് ബേർഡ്സ് ഉള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ കൊച്ചി പോലെയൊന്നുമല്ല. അവിടുത്തെ റെസ്റ്റോറൻറ്റ് അങ്ങനെ എല്ലാം അടുത്തിട്ട് നിൽക്കുമ്പോൾ വേസ്റ്റുകളുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ബേർഡ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ബേർഡ്സ് ഇഞ്ചക്ഷൻ ആണോ എന്ന് നമുക്ക് അറിയില്ല. ചെറിയ ബേർഡ്സ് ഒക്കെയാണ് അറിയത്തില്ല, ചിലപ്പോൾ ഒന്നും കൂടുതലോ വലിയ ബേർഡ്സ് ഒക്കെ ആയിരിക്കാം. അങ്ങനെയും എൻജിൻ മറ്റൊന്നും കൂടെ റയറായിട്ടുള്ള സംഭവമാണ്. മറ്റൊരു എൻജിനും കൂടെ അങ്ങനെ കേടായി പോയിരിക്കാം എന്നൊരു നിഗമനം കൂടെ അറിയില്ല. നമുക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ബ്ലാക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൽ റെക്കോർഡ്സ് ഉണ്ട്. ആ റെക്കോർഡ്സ് എല്ലാം ഡീകോഡ് ചെയ്ത് റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലെന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. FDR-ലും ബ്ലാക്ക് ബോക്സും കിട്ടിയത് തന്നെ നമുക്ക് അതിനകത്തെ റെക്കോർഡ്സ് ഡീകോഡ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം പറ്റുള്ളൂ. അപ്പം അതിനകത്ത് 5 ട്രാക്ട് റെക്കോർഡ്സ് ആയിരിക്കും അതിനകത്ത് ഉള്ളത്. അതായത് പൈലറ്റ്സ് ഇങ്ങനെ 2 പേരുടെ, പിന്നെ അവിടുത്തെ ലൈറ്റ്സ്, മറ്റ് ഉപകരണങ്ങളുടെ സൗണ്ട്സ്, ഇതെല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് റെക്കോർഡാവും. ഇത് റെക്കോർഡായി പിന്നെ 2 ക്രൂ അങ്ങനെയുള്ള ഇതര വ്യക്തികളുടെ എല്ലാം റെക്കോർഡ്സ്, സംഭാഷണങ്ങളെല്ലാം ഇതിനകത്ത് റെക്കോർഡാവും. റെക്കോർഡ് ആയി റൺ ചെയ്യുമ്പോൾ, റെക്കോർഡിങ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് സോഫ്റ്റ്വെയർ പ്രോഗ്രാം റൺ ചെയ്യിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും ഈ ഫ്ലൈറ്റ് എങ്ങനെയാണ്, അത് സ്ക്രീനിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ആ ഫ്ലൈറ്റ് മൂവ് ചെയ്തിരുന്നെന്നുള്ള. അപ്പം കറക്റ്റ് വ്യക്തമായിട്ടുള്ള നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ബ്ലാക്ക് ബോക്സ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പറയാനായിട്ട് സാധിക്കും. ബ്ലാക്ക് ബോക്സിൽ ഫൈവ് ട്രാക്ക് ഓഫ് റെക്കോർഡിംഗ് ആണ്. നമുക്ക് ഈ ഫ്ലൈറ്റിൽ എന്താണ് സംഭവിക്കുന്നുള്ള റെക്കോർഡിംഗ് ആണ് ബ്ലാക്ക് ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അത് വലിയ ഡാമേജ് ഒന്നുമില്ല, ഡാമേജ് ഒന്നുമില്ലാതെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് ഡീകോഡ് ചെയ്ത് വന്ന് നമുക്ക്
അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ അതിന്റെ റിസൾട്ട്സ് പുറത്തു വിടണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അതിന് അപ്രൂവലൊക്കെ കുറേ വേണം. അപ്പം അതിനെല്ലാം ശേഷം മാത്രമേ നമുക്ക് അതിന്റെ ഒരു നിജസ്ഥിതി അറിയാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ അതിനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് പുറത്തോട്ടൊന്നും പോകേണ്ട കാര്യങ്ങളില്ല. ഇന്ത്യ അതിനെല്ലാം പാകപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇനി അതിന്റെ റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ കൂടുതൽ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കൊരു ഫ്ലൈറ്റ് നമ്മളെ ഇറക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫ്ലൈറ്റിൽ ലിഫ്റ്റ് കുറയുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ലിഫ്റ്റിംഗ് കുറവാണ്, പക്ഷെ ന്യായമായ സ്പീഡ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. സ്പീഡ് ന്യായമായിട്ടുണ്ടായിരുന്നു, ലിഫ്റ്റ് കുറവായിരുന്നു. ഒരു അപകടം വന്നു എന്ന് പറഞ്ഞു വെച്ച് നമുക്ക് എയർ ഇന്ത്യയെ നമുക്ക് തള്ളിക്കുറ്റം പറയാനോ എയർ ഇന്ത്യ സേഫ് ചെയ്യലെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഒരു പുതിയ ഫ്ലൈറ്റ് നമ്മൾ വാങ്ങുമ്പോൾ, അതായത് നമ്മൾ USA ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻസ്, യൂറോപ്പിന്റെ യൂണിറ്റ്സ് ഓഫ് ESO, ഇവർക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമ്മൾ ഒബേ ചെയ്യണം. അത് എയർക്രാഫ്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് ആ പോളിസി മാനുവൽ പ്രൊസീജിയർ എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ശേഷം മാത്രമേ അവരെ ഒത്തുനോക്കിയതിന് ശേഷം മാത്രമേ അപ്രൂവൽ തരുള്ളൂ. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അക്സെപ്റ്റ് ആയതാണോ എന്നതിന് ശേഷം മാത്രമേ നമുക്ക് എല്ലാം ഫുൾ ചെക്കപ്പാണ്. ഫുള്ളും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം പോലും അവർ ഇഗ്നോർ ചെയ്ത് കളയില്ല. എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും അവരത് റെക്ടിഫൈക്ക് കൊടുക്കും. ഇമ്മീഡിയറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്. പിന്നെ അങ്ങനെ അതിനുശേഷം മാത്രമേ പിന്നീട് അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഫ്ലൈറ്റ് നമ്മൾ ഇറക്കുന്നത്. അങ്ങനെ ഓടിച്ചെന്ന് പെട്ടെന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. ഫ്ലൈറ്റ് ഓടിച്ചെന്ന് ഒരു ബൈക്ക് വാങ്ങുന്ന പോലെയോ ഒരു കാർ വാങ്ങുന്ന പോലെയോ EMI ആയിട്ട് വാങ്ങുന്ന പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് റോഡിൽ ഒരു പെർമിറ്റ് കിട്ടുന്ന പോലെ ഒന്നും ഒരു ഫ്ലൈറ്റിന് പറത്താനുള്ള അനുമതിയൊന്നും നമുക്ക് കിട്ടില്ല. അതിന് കുറേ കടമ്പകളുണ്ട്, അതെല്ലാം പാലിച്ചാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കുമുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇന്ത്യൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ സെക്യൂരിറ്റിയും സേഫും എല്ലാം വെച്ചാണ് നമ്മൾ ഒരു വിമാനം നമ്മൾ ഇറക്കുന്നത്. അപ്പം തെറ്റിദ്ധാരണകൾ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് 300-നടുത്തോളം ജീവനുകളാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടത്. നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി വന്ന ഒരു അപകടമെല്ലാം വന്ന് ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി വരുന്നതാണ്. നമുക്ക് മറ്റ് അഭ്യൂഹങ്ങളൊന്നും നമ്മൾ പരത്താതിരിക്കാൻ ശ്രമിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇനി ഫൈനൽ റിപ്പോർട്ട്സ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ നിന്ന് സംഭവിച്ച ഒരു ഇതാണ്. ദയവായി ചെയ്ത് മറ്റ് അഭ്യൂഹങ്ങൾ പരത്താതിരിക്കുക. സത്യാവസ്ഥ നമുക്ക് സയന്റിഫിക്കലി പ്രൂവ് ആവുന്നിടം വരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. താങ്ക് യു.